ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പരീക്ഷയുടെ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ്. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് കൂട്ടുകാർ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇടാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് തുടങ്ങാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പോൾ ഇതേ രീതിയിലായിരിക്കും മക്കൾക്ക് എന്തായാലും നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വായിക്കാനായിട്ട് മക്കൾക്ക് ഒരു പാരഗ്രാഫ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു 4-5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു സ്റ്റോറിയാണ് തരുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലൊരു ടൈറ്റിലൊക്കെ ഇടാനായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ദി മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡാം മോർ പ്ലാസ്റ്റിക് ഇൻ ദി സീ, exclaimed the dolphin. All became angry. Many of our friends died eating plastic waste. The shark ground his teeth. We should stop them, they said together. Don't worry, friends, said the blue whale. I am the biggest animal in the world. I will drive them away. The blue whale took a swift turn and shushed. The shark followed her. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മുടെ സ്റ്റോറിയിലുള്ള ചെറിയൊരു പാരഗ്രാഫാണ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് മനുഷ്യർ വീണ്ടും പ്ലാസ്റ്റിക് കളയാനായിട്ട് കടലിലോട്ട് വന്നതാണല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യാണ്, നമ്മുടെ ബ്ലൂ വെയിലും അതുപോലെ തന്നെ കടലുള്ള മറ്റ് കൂട്ടുകാരെല്ലാവരും കൂടി അവരെ ഓടിച്ചു വിടാനായിട്ട് പോവുകയാണല്ലേ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ഹു സെഡ് ദിസ്? അതായത് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. അങ്ങനെ പറഞ്ഞത് ആരാണ് മക്കളെ? ആരാണ് പറഞ്ഞത്? ഷാർക്കാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ ഈസ് ദി ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദി വേൾഡ്? അതായത് ഈ ഒരു വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആനിമൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ആ ഒരു സ്റ്റോറിക്കകത്തുണ്ട് അല്ലേ. ഏതാണ് മക്കളെ? ബ്ലൂ വെയിലാണ് അല്ലേ. അപ്പോൾ അത് മക്കൾ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കൂ. വാട്ട് വുഡ് ദി ബ്ലൂ വെയിൽ ഡു? അതായത് നമ്മുടെ ബ്ലൂ വെയിൽ എന്താണ് ചെയ്തത്? ഡ്രൈവ് ദം എവേ ആണ് അല്ലേ. അപ്പോൾ ഇതേ രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, കോൺവെർസേഷൻ. ഗോൾഡ്ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദി പാലസ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ മെർമെയ്ഡ് ആൻഡ് ഗോൾഡ് ഫിഷ്. അതായത് നമ്മുടെ ഗോൾഡ് ഫിഷും അതുപോലെ തന്നെ മെർമെയ്ഡും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റി നമുക്ക് ഷുവർ ആണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമുക്ക് കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾ എന്തായാലും എന്ത് ചെയ്യുക, ഒരു കോൺവെർസേഷൻ എഴുതാനൊക്കെ പ്രിപ്പയർ ആയിട്ട് പോവാം കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ. ഗോൾഡ് ഫിഷ്: ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. മെർമെയ്ഡ്: താങ്ക് യു ഗോൾഡ്ഫിഷ്. You look very beautiful. Goldfish: thank you princess, but you look cute in the diamond crown. Mermaid: oh, thank you for your comment. Goldfish: here is a gift for you, a pearl necklace. Mermaid: awesome, I like it. Thank you so much. Goldfish: യു ആർ വെൽക്കം. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. ആക്ടിവിറ്റി 3, പോസ്റ്റർ. അടുത്തതൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. നോക്കിക്കേ മക്കളെ. മേക്ക് എ പോസ്റ്റർ എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതായത് പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരായിട്ട് ഒരു പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യണം, ഒരു പോസ്റ്ററിൽ മക്കൾക്ക് ഉൾപ്പെടുത്താവുന്ന അതിന് യോജിച്ച രീതിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിറം നൽകാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ടീച്ചർ ഇവിടെ ചെറിയൊരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ. സേ നോ ടു പ്ലാസ്റ്റിക്. അതുപോലെ തന്നെ ഒരു ഫിഷിൻ്റെ പിക്ചർ കൂടി അതിൽ കൊടുത്തിട്ട് ഡയലോഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് മീ എന്നുള്ള രീതിയിൽ ഒരു ഡയലോഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പോസ്റ്ററൊക്കെ തയ്യാറാക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. ഡിസ്ക്രൈബ് ദി ഫോളോയിങ് പിക്ചർ. അപ്പം മക്കൾക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷനും നമുക്ക് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പിക്ചർ മാറ്റിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ടീച്ചർ ഇപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പിക്ചർ നോക്കിക്കേ മക്കളെ. എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ?
എന്താണ് ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കൊണ്ടിട്ട് നമ്മുടെ സീലോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് കാരണം അവിടെയുള്ള ഒരുപാട് ആനിമൽസൊക്കെ എന്താവുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിക്ചറാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു പിക്ചറോട് ടീച്ചർ കാണിക്കാം. എന്താ ഈ ഒരു പിക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഇത് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് കൂട്ടുകാർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്താണ് ഈ ഒരു പിക്ചറിലുള്ളത്, ആരാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നത്, ഫാദറാണ് ജോലി ചെയ്യുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മദർ എന്താണ് ചെയ്യുന്നത്, അവിടെയുള്ള ഫാനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 2 പിക്ചറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യുക, മക്കളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കോൺവെർസേഷനും പിക്ചർ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ നമുക്ക് റീഡിങ് കോംപ്രിഹെൻഷനൊക്കെയാണ് വരാനുള്ള സാധ്യതയുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ് മോർ ലൈൻസ് വരും കേട്ടോ. കുറച്ച് ഒരു 4 വരി പോയമൊക്കെ തന്നുകൊണ്ട് അതിലേക്ക് ലൈൻസ് ആഡ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മക്കളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.